ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പുതിയ യാത്രയ്ക്കൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നേരത്തെ ഭാരത് ജോഡോ യാത്രയിൽ ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് പരിഗണിച്ചതെങ്കിൽ ഇത്തവണ ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് യാത്ര. ഭാരത് ന്യായ് യാത്ര എന്നാണ് പുതിയ യാത്രയുടെ പേര്. ജനുവരി 14 മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക. മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വലിയ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഭാരത് ന്യായ് യാത്ര നടത്തുന്നത്. ഭാരത് ജോഡോ യാത്ര ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ നേട്ടം സമ്മാനിച്ചുവെങ്കിലും ഉത്തരേന്ത്യയിൽ ഉപകാരപ്പെട്ടിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ യാത്ര സംഘടിപ്പിക്കുന്നത്. 14 സംസ്ഥാനങ്ങളിലൂടെയാണ് പുതിയ യാത്ര കടന്നുപോവുക. 85 ജില്ലകളിലൂടെയായി 6200 കിലോമീറ്റർ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളും സഞ്ചരിക്കും. പാർട്ടിയെ കൂടുതൽ സജീവമാക്കാനും വിവിധ ജനവിഭാഗങ്ങളുമായി അടുപ്പമുണ്ടാക്കാനും യാത്ര സഹകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അല്പം വ്യത്യാസമായാണ് ഭാരത് ന്യായ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കുങ്കി മൈത്തി വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇവിടെ നേരത്തെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാനെത്തിയത് കോൺഗ്രസിന് വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മണിപ്പൂർ ഭരിക്കുന്നത് BJP ആണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, ആസാം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് യാത്ര മഹാരാഷ്ട്രയിൽ അവസാനിക്കുക. അടുത്തിടെ കോൺഗ്രസിന് നഷ്ടമായ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെയും രാഹുലിന്റെ യാത്ര കടന്നുപോകുമെന്ന് എടുത്തു പറയണം. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കർണാടകയിലും തെലങ്കാനയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് നേട്ടമായിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിൽ വേണ്ട ഫലം കോൺഗ്രസിന് കിട്ടിയിരുന്നില്ല. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പദയാത്ര മാത്രമാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഭാരത് ന്യായ് യാത്രയിൽ ബസ്സിലും യാത്രയുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയെന്നതും എടുത്തു പറയണം. അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ജനുവരി 22-നാണ്. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസിനും ക്ഷണമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ല എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്.